PMCയെ പറ്റി ലഭ്യമായിട്ടുള്ള രേഖകളെല്ലാം ഞങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കണ്ടേക്കാൻ രേഖകളില്ല. നാനാഭാഗത്തു നിന്നും ഞങ്ങളത് ശേഖരിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. PMCയെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് അത് NEPയുടെ ഒരു ഷോക്കേസാണെന്നാണ്. ഇതാണ് ഞങ്ങൾ വായിച്ച വരികൾ. ഞാൻ ആദ്യ ഭാഗം വായിക്കുന്നില്ല. സ്റ്റേറ്റ്സ്, UTs, KVS, JNV will implement all the provisions of National Education Policy NEP 2020 in entirety within the entire states or UT or KVS or JNV. As the main objective of this scheme is to showcase the implementation of NEP 2020 through the PMC schools. ഇതാണ് ഞങ്ങൾ വായിച്ച രേഖയിലുള്ളത്. ഇതാണ് അതിലുള്ളതെങ്കിൽ, വാസ്തവത്തിൽ ഞങ്ങളുടെ രേഖ ഇതാണ്, ഇത് തന്നെയാണ് ഉള്ളതെങ്കിൽ ഇതാണ് എൻ്റെ പ്രശ്നം. ഒരു പേരല്ല പ്രശ്നം, അല്ല പ്രശ്നം ഇതാണ്. NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ ദ ലോങ് റൺ അതെങ്ങോട്ട് പോകും? അതേപ്പറ്റി ഇടതുപക്ഷത്തിന് ആശങ്കയുണ്ട്. ഈ ആശങ്ക CPIയുടെ മാത്രം ആശങ്കയല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യത്തിൽ CPMനുമുണ്ട് ഇതേ ആശങ്കകൾ. ഒന്നിലേറെ പ്രാവശ്യം CPIയെ പോലെ തന്നെ CPMും ഈ ആശങ്ക സകാരണമാണെന്ന് അതറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPIയും CPMും മാത്രമല്ല, എല്ലാ ഇടതുപക്ഷ പാർട്ടികളും, എല്ലാ മതേതരവാദികളും, ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരെല്ലാവരും ഒരുപോലെ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് വെളിച്ചത്തിലാണ് ഇന്ത്യയിലെ മഹത്തായ ചരിത്രമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം, AISF മാത്രമല്ല, AISFും SFIയും എല്ലാം അടങ്ങുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം, സമരപാരമ്പര്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും ചെറുതല്ലാത്ത അധ്യാപക പ്രസ്ഥാനം, അവരെല്ലാം സമരപാതയിലാണ്. ആ സമരപാതയിൽ നിന്ന അധ്യാപക പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, ബഹുജന പ്രസ്ഥാനം അവരെല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയതാണ് ഇടതുപക്ഷത്തെ. നാളെയും നോക്കേണ്ടത് ഈ പക്ഷത്തെയാണ്. ഈ പക്ഷം മാത്രമാണ് പ്രതീക്ഷയുടെ പക്ഷം. LDF മാത്രമാണ് ശരി. അതുകൊണ്ട് പിന്തിരിപ്പ നയങ്ങൾക്കെതിരായി, വർഗീയ ഭ്രാന്തിനെതിരായി, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയ വക്രീകരണത്തെ ചെറുക്കാൻ വേണ്ടി, വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യ കഴിവുകളെ ചെറുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സമരങ്ങളിലും ഇടപെട്ടു പോരുന്ന വിദ്യാഭ്യാസ പ്രേമികളാകെ ഇന്ത്യയിലെമ്പാടും ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പക്ഷമാണ് ഇടതുപക്ഷം. ആ കർത്തവ്യത്തിൻ്റെ ഭാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമുണ്ട്. അതിൽ വിശ്വാസമാണ്, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം. അതിനെ മാനിക്കണം ഇടതുപക്ഷം. അങ്ങനെ വരുമ്പോൾ PMC പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്, പലവട്ടം. ഇതുപോലൊരു ദിവസം നേരത്തെ ഇവിടെ വച്ചൊരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് വേറെ എന്തോ കാര്യത്തിലൂടെ കൂടിയതാണ്. അവിടെ പെട്ടെന്ന് നിങ്ങളിൽ ആരോ ചോദിച്ചു ഈ PMCയെ പറ്റി. ചോദ്യം പെട്ടെന്ന് വന്നു, ഉത്തരവും ഞാൻ പെട്ടെന്ന് പറഞ്ഞു. NEPയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് PMC എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതങ്ങനെയാണെങ്കിൽ അതിലേക്ക്
ഇടപെടും മുമ്പ് ഗവൺമെൻറ് 2 വട്ടം ചിന്തിക്കണം എന്നാണ് CPI പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. കടുത്ത ഭാഷയിലല്ലെങ്കിലും വ്യക്തമായി CPI പറഞ്ഞു. കാരണം NEP എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. NEPയുടെ രേഖകൾ പ്രകാരമുള്ള ഒരു 6 പില്ലേഴ്സിൻ്റെ ഒരു പരാമർശമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ കരിക്കുലമാണ്, പെഡഗോഗിയാണ്, സിലബസാണ്, ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമൊക്കെ പുറകെ വരുന്നുണ്ട്. ഏറ്റവും മുഖ്യമായ കാര്യം ഇതാണ്. പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്ന പാഠ്യപദ്ധതിയെ, അധ്യയന ശാസ്ത്രത്തെ, പെഡഗോഗിയെ എല്ലാം സ്വാധീനിക്കും വിധമുള്ള ഒന്നാണ് BJP ഗവൺമെൻറ്. അതും കൂടി അറിയണം. BJP ഗവൺമെൻറ് ഷോക്ക് കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഷോക്ക് കേസിന് വേണ്ടിയാണ് ഈ പറയുന്ന PMC എന്ന് അവർ തന്നെ പറയുന്നു. ചെറിയ കാര്യമാണോ അത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ബോധം പറഞ്ഞത് അത് ഗൗരവമായി കണ്ട കാര്യമാണെന്നാണ്. ഇതാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം അന്ന് ഒറ്റ വാക്കിൽ അറിയിക്കാൻ ശ്രമിച്ചത് ഗവൺമെൻറ്റിനെ.